സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ കനക്കുകയാണ്. പുഴകളിലും ജലനിരപ്പും ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത ചേരുന്നു. കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ വനത്തിൽ ശക്തമായ മഴ പെയ്തതോടെ ഇരുവഴിഞ്ഞിപ്പുഴയിലെ ആനക്കാംപൊയിൽ ഭാഗത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയുടെ താഴ്ന്ന പ്രദേശമായ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവാരം പോത്തുണ്ടി പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ചെമ്പുകടവ് പുഴ, ഈ 2 പുഴകളും തുഷാരഗിരി, നൂറാന്തോട് മലകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഈ 2 പുഴകളും ഇപ്പോൾ അതിശക്തമായി നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. പുഴയിലൂടെ മരം ഒഴുകി വരുന്നുണ്ട്. ഇത് ഉരുൾപൊട്ടിയോ എന്ന സംശയവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഈ പുഴയുടെ ഭാഗങ്ങളിൽ പുഴയോരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ പുഴയുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട താഴ്വാരത്തിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെമ്പുകടവ് പാലത്തിൽ കൂടിയുള്ള യാത്ര ഇപ്പോൾ കോടഞ്ചേരി പോലീസ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം തുഷാരഗിരി, ചെമ്പുകടവ് ഭാഗത്ത് ശക്തമായ മഴ തുടരുകയാണ്. ചാലിപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട്. മുകളിൽ നിന്ന് മരങ്ങൾ ഒലിച്ചു വരുന്ന ഒരു സ്ഥിതി കൂടി ഉള്ളതുകൊണ്ട് ഈ പാലത്തിലൂടെയുള്ള വാഹനങ്ങൾക്ക് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള മലയോര മേഖലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ അല്ലെങ്കിൽ വയനാട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന്റെ ഭാഗമായി 2ാം ഘട്ട മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഇത് വയനാട് ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിലുള്ളത്. ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകുന്നതിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ചെറിയൊരു പ്രതിസന്ധിക്ക്, അതായത് ഇപ്പോൾ ചെറിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു മുന്നറിയിപ്പിലൂടെ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കാറ്റിലും മഴയിലും KSEBക്ക് വലിയൊരു നാശനഷ്ടമുണ്ടായ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തുടരുന്ന യെല്ലോ അലേർട്ട് കൂടുതൽ ജാഗ്രത പാലിക്കാൻ തന്നെയാണ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് നൽകിയിരിക്കുന്നത്. മേഘ.